പാഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാണ്. ഫുള്ളി ലെതർ ടൈപ്പ് ആണല്ലേ, അത്ര വെല്ലത്തില്ലല്ലോ. ഗോപ്രോയുടെ അത്ര പെർഫോമൻസ് ഒന്നും വരത്തില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ATTINGAL വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ നമ്മുടെ മോട്ടോ അവന്യൂ എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ ബോർഡ് കാണിച്ചില്ല മുകളിൽ. നമ്മുടെ മോട്ടോ അവന്യൂ എന്ന് പറയുന്ന ഷോപ്പിലാണ് നിൽക്കുന്നത്. പ്രീമിയം ഹെൽമെറ്റ് ആൻഡ് ഗിയേഴ്സാണ് ഇവിടെ മെയിനായിട്ട് സ്പെഷ്യലായിട്ട് ഉള്ളത്. പിന്നെ അവരുടെ ബ്രാഞ്ച് തന്നെ അപ്പുറത്തുണ്ട്. അതാണ് ആദ്യത്തെ കട, ആ ഒരു സൈഡിൽ കിടന്ന ആദ്യത്തെ കട. അപ്പോൾ നമുക്ക് പുതിയ ഇവരെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തോട്ടുള്ള ഇവിടുത്തെ ഹെൽമെറ്റ്സും പുതിയ ഹെൽമെറ്റ്സും ഗിയേഴ്സിൻ്റെ കാര്യങ്ങൾക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ അകത്തോട്ട് പോകാം നമുക്ക്. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൊന്ന് ഇടിച്ചു പൊട്ടിക്കുക. അപ്പം നമുക്ക് നേരെ ഷോപ്പിനകത്തോട്ട് പോകാം. ഇവിടെ ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേക്ക് ടയറും കാര്യങ്ങളും സീറ്റിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. നമുക്ക് ഷോപ്പിൻ്റെ അകത്തോട്ട് പോകാം. പുതിയുള്ള അപ്ഡേറ്റ് ആയുള്ള പുതിയ ഹെൽമെറ്റ്സും കാര്യങ്ങളെല്ലാം ഷോപ്പിൽ വന്നിട്ടുണ്ട്. ജാക്കറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നമ്മളെ അമൽ ഭൂവയുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുതിയ ഹെൽമെറ്റ്സിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ജാക്കറ്റ്സിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ചോദിച്ച് നോക്കാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അഖിൽ. ബ്രോ? സന്ദീപ്. അപ്പോൾ ആരാണ് പറഞ്ഞിരുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ? സന്ദീപ് ബ്രോ പറയോ? നമുക്ക് ഹെൽമെറ്റ്സിലോട്ട് പോകണോ ജാക്കറ്റിലോട്ട് പോകണോ, ഏതാണ് പോകണം? ഹെൽമെറ്റ്സിലോട്ട് പോകല്ലേ. അപ്പം പുതിയ ഹപ്ഡേറ്റ് ആയിട്ട് വന്ന ഹെൽമെറ്റ്സ് ഒക്കെ ഏതൊക്കെയാണ്? ആക്സോറിൻ്റെ ഓക്കെ. ഡബിൾ വൈസർ ആണല്ലേ. 4999 അല്ലേ? 94 അല്ലേ? ഓക്കെ. വെയിറ്റ് എത്രയാണ്? 1600 ഗ്രാം അല്ലേ? ഓക്കെ. യെസ് ഉണ്ട്, ഡോട്ട് ഉണ്ട്, ഈസ് ഉണ്ട്, എല്ലാം സർട്ടിഫൈഡ് ആണ്. ഇത് പുതിയ മോഡലാണല്ലേ? പുതിയ ഗ്രാഫിക്സ്. ഓക്കെ. ഇത് അതിൻ്റെ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് എഡിഷൻ, ഗോൾഡ് എഡിഷൻ അല്ലേ? ഗോൾഡൻ ഗ്രീൻ. അടുത്ത ആക്സൽ. അപ്പോൾ ഇത് ഫുള്ളും പുതിയ അപ്ഡേറ്റ് ആണല്ലേ? പുതിയ മോഡൽ തന്നെയാണ്. ഓക്കെ. അത് 6299 അല്ലേ? ലെതറാണ്, ഫുള്ളി ലെതറാണ്. അകത്തൊക്കെ ഫുള്ളി ലെതറാണ്. ഓക്കെ. ഇതിപ്പം റേറ്റ് എങ്ങനെയാണ്? 6299. ഓക്കെ. ഡോമിനേറ്റർ എന്ന് പറയുന്ന മോഡലല്ലേ? ഓക്കെ. സെയിം റേറ്റ് ആണല്ലേ? ഈ ഒരു സൈഡ് ഫുള്ള് ആക്സോറിൻ്റെ സൈഡാണല്ലേ? പറ. ഈ ഒരു സൈഡ് ഫുള്ള് ആക്സോറിൻ്റെ സൈഡാണല്ലേ? ഫുൾ കാർബൺ ഫൈബർ അല്ലേ ആക്സോർ? ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്? 7910 അല്ലേ? ഓക്കെ. ടൈറ്റാനിയം ഉണ്ട്, പൊളാരിസ് ഉണ്ട്. ടൈറ്റാനിയം ആകുമ്പോൾ 5590. അത് ഡബിൾ വൈസറാണ്. പൊളാരിസ് ആകുമ്പോൾ സിംഗിൾ വൈസറാണ് 4590. ഓക്കെ. ഇത് റൈഡക്സിൻ്റെ അല്ലേ? ഇതെങ്ങനെയാണ് റേറ്റ് റൈഡക്സിൻ്റെ? ഡബിൾ വൈസർ വന്ന് 5590 ടൈറ്റാനിയം. പൊളാരിസ് ആകുമ്പോൾ 4590. ഈ സെക്ഷൻ റൈഡക്സ്. ഇത് ഫുൾ XMK. ടൈഫോൺ എന്ന് പറഞ്ഞ പുതിയ മോഡലാണ്. ഗ്ലോസി ബ്ലാക്ക് ആണ്. ഗ്രാഫിക്സ് ഇപ്പോൾ തീർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് വന്നിട്ട് 4850. ഓക്കെ. ബാക്കിൽ സ്പോയിലറോട് കൂടി വരും. ബാക്കിൽ സ്പോയിലറും കാര്യമുണ്ട്. 1600 ഗ്രാമാണ്. ഫുള്ളി നല്ല ലെതറാണ്. ഓക്കെ. ഒന്നെടുക്കും. ഓക്കെ. പാഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാണ്. ഫുള്ളി ലെതർ ടൈപ്പ് ആണല്ലേ? ഓക്കെ. സാധനം അത് 4850 അല്ലേ? 300 ഇവിടുന്ന് ഇങ്ങോട്ട് 300, 400, 4650. 93.
സ്റ്റീൽ ബേഡിൻ്റെ ഉണ്ട്. സ്റ്റീൽ ബേഡിലുള്ള ഈ സ്റ്റീൽ ബേഡിൻ്റെ എത്ര എങ്ങനെയാണ് റേറ്റ്? 3649 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 3649 അല്ലേ? 3649. അത് ഒരേ ഗ്രാഫിക്സിനനുസരിച്ച് റേറ്റ് മാറും. പിന്നെ ആക്സോണിൻ്റെ ജെറ്റ് ഉണ്ട്, ഒരു 2501 റേറ്റ്. ഓഫീസാണ്. നമ്മൾ ബുള്ളറ്റിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഗ്ലോസി ബ്ലാക്ക് ഇത് തരില്ല. സ്റ്റീൽ ബേഡ് സ്റ്റീൽ ബേഡിൻ്റെ തന്നെ. 3249. ഓക്കെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെക്ഷനാണ് ഇതൊക്കെ. സ്റ്റഡ്സിൻ്റെ അല്ലേ? പ്രീമിയം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഫുൾ പ്രീമിയം സെക്ഷനല്ലേ? ഇവിടെ ഫുള്ള് ഹെൽമെറ്റ്സിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം ആയിട്ടുള്ള സെക്ഷൻസാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ബ്രാഞ്ചല്ലേ. അപ്പുറത്തെ ബ്രാഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെൽമെറ്റ്സ് ആണ്. അപ്പുറത്തെ ബ്രാഞ്ചിൽ ഇതിപ്പം നമ്മളെ പ്രീമിയം ലുക്കിലുള്ള പ്രീമിയം സെക്ഷൻസാണ് ഫുള്ള് ഇവിടെ ഉള്ളത്. പിന്നെ ജാക്കറ്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ആക്ഷൻ ക്യാമറ അല്ലേ? ഇത് എത്രയാണ് ആക്ഷൻ ക്യാമറ? BSTD ഇപ്പോൾ H9 ആകുമ്പോൾ 3500 ആവും. പിന്നെ ടാനിയുടെ ഐക്കാമുണ്ട്, അത് 3500 തന്നെയാണ്. ഓക്കെ. വേറെ ഗോപ്രോ വെല്ലത്തില്ലല്ലോ. ആ റേറ്റല്ലേ ഉള്ളൂ. 3000 സംതിങ് അല്ലേ? 3500 ആക്ഷൻ ക്യാമറ ഇവിടെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ മോട്ടോ അവന്യൂലോട്ട് വരിക. തൊട്ടപ്പുറത്തെ ബ്രാഞ്ചിലാണ്. അപ്പുറത്തെ ബ്രാഞ്ചിൽ കാണോ? അവിടെ ഉണ്ട്. ഇപ്പം ആക്ഷൻ ക്യാമറ. പിന്നെ ഇത് ഏതിൻ്റെയാണ്? ഇത് 3500 അല്ലേ? ഇത് എന്തോ ഡബിളായിട്ട്. ഓക്കെ. ഇത് 3500 ആക്ഷൻ ക്യാമറയാണ്. ഇപ്പം ഗോപ്രോയുടെ അത്ര പെർഫോമൻസ് ഒന്നും വരത്തില്ല, എന്നാലും അത്യാവശ്യം റൈഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഓക്കെ അല്ലേ? വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യമുള്ള സ്റ്റെബിലിറ്റി ഒക്കെ ഇല്ലേ? ഓക്കെ. അടുത്ത നമ്മൾ ബൂട്ട് കാണാൻ പറ്റില്ല. ഇതെങ്ങനെ എത്രയാണ് റേറ്റ്? BBJയുടെ അല്ലേ? ഓക്കെ. BBJയുടെ ബൂട്ടാണ്. 9 രൂപ അടുപ്പിച്ചോ. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. നല്ല കട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എങ്ങോട്ട് പോകാം? ജാക്കറ്റിലേക്ക് പോകല്ലേ? ഹെൽമെറ്റ് അവിടെ ഉണ്ടല്ലേ? ഓക്കെ. ഈ സെക്ഷനിൽ ഹെൽമെറ്റ് ഉണ്ട്, അവിടെ ഹെൽമെറ്റ് ഉണ്ട്. നമ്മളിപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. സോൾ ഒരെണ്ണം എടുക്കും. ഓക്കെ. ഡബിൾ വൈസറും കാര്യങ്ങളെല്ലാം ഉണ്ട്. 7,800 അല്ലേ? ഓക്കെ. നൈസ്. പാഡിങ്ങും കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ LS2 നമുക്ക് കാണാം. 6500 LS2 ആണ്. ഇത് പഴയ മോഡലല്ലേ? ഈ വരുന്നതൊക്കെ പഴയ മോഡലാണ് LS2. പക്ഷേ ഇതിപ്പോഴും എൻക്വയറി ഉണ്ടല്ലോ, പയ്യന്മാർ ഒന്ന് എടുക്കുന്നുണ്ടല്ലേ LS2ൻ്റെ. ഡബിൾ വൈസർസ് ആണ്. 6 രൂപയല്ലേ? 6500 ആണ്. ഓക്കെ. ഈ ഒരു സെക്ഷൻ ഫുള്ള് LS2 ആണല്ലേ? ഓക്കെ. പുറത്തോട്ട് വരുമ്പോൾ 12,000 മോട്ടോക്രോസ് അല്ലേ? ഓഫ് റോഡ് സംബന്ധമായിട്ടുള്ള ഹെൽമെറ്റാണ് ഈ ഒരു എന്ന് പറയുന്നത്. എത്ര? 12,000 ഈ ഒരു ഹെൽമെറ്റിൻ്റെ കാര്യം. പ്രീമിയം ഹെൽമെറ്റ്സ് ആണ് ഫുള്ള് ഇവിടെ ഉള്ളത്. പ്രീമിയം ഹെൽമെറ്റ്സ് ആണ്. അപ്പം അപ്പുറത്തൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റഡ്സിൻ്റെയും ബാക്കിയുള്ളതിലേക്ക് ഉണ്ട്. സ്റ്റീൽ ബേഡിൻ്റെയൊക്കെ അപ്പുറത്തുണ്ടല്ലേ? അപ്പം ഇത് 12 രൂപയുടെ ഒരു ഹെൽമെറ്റാണ്. 8,750. ഓക്കെ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓഫ് റോഡ് ഹെൽമെറ്റാണ്. 8,750. ഓക്കെ. നമുക്ക് അടുത്ത് താഴോട്ട് എല്ലാം സെയിം റേറ്റ് തന്നെ. 8 രൂപയുടെ ആ ഒരു റേഞ്ച് റേറ്റ് തന്നെ. ഓക്കെ. 5,490 അല്ലേ? ഇതെല്ലാം പഴയ മോഡൽ തന്നെ? പുതിയ മോഡലും ഉണ്ടല്ലേ? ഓക്കെ. ഇത് പഴയ മോഡലല്ലേ? ഓക്കെ. ഇത് എത്രയാണ് റേറ്റ്? എത്രയാണ്? 5,490. അതായത് 5,500 ഒരു ഹെൽമെറ്റാണ്. HK നല്ല നൈസ് പാഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. KVT ഉണ്ടല്ലോ. KVT 2 ഈ ഒരു ഡിസ്പ്ലേക്ക് 2 വെച്ചിട്ടുണ്ട്. പ്രീമിയം ലുക്കുള്ള ഒരു നൈസ് സാധനം. 12 രൂപയല്ലേ? 12 സംതിങ് ആണ് ഈ ഒരു KVTയുടെ ഈ ഒരു ഹെൽമെറ്റിന്. നല്ല പ്രീമിയം ലുക്കുള്ള ഒരു ഹെൽമെറ്റാണ് ഇത്. നല്ല നൈസ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നൈസ് സാധനം. അപ്പോൾ അടുത്ത് നമുക്ക് ജാക്കറ്റിലേക്ക് പോകാമല്ലേ? ഫുള്ള്
അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. 2 ഷോപ്പായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് കാണാൻ പറ്റാണ്ട് ഫ്രണ്ടിലാണ് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് ആദ്യം ഇവിടെ തുടങ്ങാം അല്ലേ? ലെതർ ജാക്കറ്റ് 1000-1200 രൂപയുള്ളൂ. ലെതർ ജാക്കറ്റ് അല്ലേ? അതായത് നമ്മൾ ഈ ഒരു മഴയുടെ ആ ഒരു ഇതിൽ ചെയ്യുന്നുണ്ട്. റൈഡിങ് ജാക്കറ്റ് വന്നിട്ട് സ്റ്റാർട്ടിങ് 5390 രൂപ. ഓക്കെ. സോളേഴ്സിൻ്റെ BBC ആകുമ്പോൾ ഈ പാഡിംഗ് ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, ലെവൽ 2 പാഡിംഗ് ആണ്. ഓക്കെ. BBC ആകുമ്പോൾ വോയാഗർ വന്നിട്ട് 7000. 7000. എക്സ്പ്ലോർ വന്നിട്ട് 6850. സ്റ്റഡ്സിൻ്റെ വരുമ്പോഴത്തേക്ക് 6500 അല്ലേ സ്റ്റഡ്സിൻ്റെ? ഇതിലോട്ട് പോകുമ്പോൾ സ്കാല അല്ലേ? സ്കാല വന്നിട്ട് ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട്. 6950. ഓക്കെ. ജെൻസ് ഇതായിരിക്കും അല്ലേ? ലേഡീസിനും ഉണ്ടല്ലേ? അങ്ങേറ്റത്തെ ലേഡീസിന് എത്രയാണ് റേറ്റ്? 6990 അല്ലേ? ഓക്കെ. അപ്പുറ സൈഡും ഉണ്ട്. ഫുള്ളിങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടേക്കാണ്. അവിടെ നിന്ന് വരാം അല്ലേ? ഓക്കെ. മോട്ടോ ടോർക്ക് വന്നിട്ട് 6500 മോട്ടോ ടോർക്ക് ബ്ലേഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ബ്ലേഡ് ജാക്കറ്റൊക്കെ അവൈലബിൾ ആണ്. നൈസ് പ്രീമിയം ലുക്കുള്ള തന്നെ കിട്ടില്ല ജാക്കറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. അത് എത്ര റേറ്റ് എത്രയാണത്? 6500 അല്ലേ? ഓക്കെ. ഇത് രണ്ടും സെയിം ആണ്. ടെർമാക്കും വന്നിട്ട് സെയിം റേറ്റാണ് 6990. ഓക്കെ. ഫുൾ ഇത് ലെവൽ റേഞ്ചാണ്. ഇപ്പോൾ ജാക്കറ്റ്, ഹെൽമെറ്റ്, പിന്നെ നമ്മൾ ആക്ഷൻ ക്യാമറ, ഇതെല്ലാം ഇപ്പം നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ മാക്സിമം വരിക, മാക്സിമം വന്നൊന്ന് എൻക്വയറി ചെയ്ത് നോക്കുക. 2500 ഒരു ബാഗാണ്. അപ്പം മിക്കുള്ളവർ റൈഡേഴ്സ് മിക്കുള്ളവർ യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ്. പിന്നെ ഗൂഗിൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. 1000 റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലേ? 450 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. 450 ഗൂഗിൾസ്. ഈ ഒരു സെക്ഷൻ ഇത് 750 അല്ലേ? ഓക്കെ. ഗ്ലൗസ് വന്നിട്ട് സ്റ്റാർട്ടിങ് 1970 1970 ഗ്ലൗസ് അല്ലേ? ആക്സോറിൻ്റെ ഗ്ലൗസ് അവൈലബിൾ ആണ്. 3600. ഓക്കെ. മോട്ടോ ടോർക്ക്. ഇത് നമുക്ക് ആ ടയറിൻ്റെ സെക്ഷനിലോട്ട് പോകാം അല്ലേ? പുറത്ത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ടയർ സെക്ഷനിലോട്ടുണ്ട്. നമുക്ക് ടയർ സെക്ഷനിലോട്ട് പോകാം. ഭൂപ അവിടെ വന്നിരുന്ന് ഇങ്ങനെ മുഷിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തും അപ്പുറത്തും മോട്ടീവിൻ്റെയും TRMൻ്റെയും അതെല്ലാം നമുക്ക് ഈ ഒരു സൈഡിലോട്ട് കാണാൻ പറ്റും. നമുക്ക് പുട്ടിയോളൻ എന്ന് പറഞ്ഞൊരു ചെയിൻ ലൂബുണ്ട്. അതിൻ്റെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് 3 വേരിയൻ്റാണ് ഉള്ളത്. 3 വേരിയൻ്റ് അല്ലേ? ടെക് ചെയിൻ ഉണ്ട്, ട്രൈടെക് ഉണ്ട്, DS11 ഉണ്ട്. 3 വേരിയൻ്റ്. ഇതെങ്ങനെ റേറ്റ് എങ്ങനെയാണ് ഈ ചെയിൻ ലൂബ്? 999. ഓരോ റേറ്റാണ്. 999. ഈ ഒരു ചെയിൻ ലൂബ് 999. 3 വേരിയൻ്റ് ആയിട്ടാണ് അതല്ലേ? 3 വേരിയൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ചെയിൻ ലൂബ്. 649. ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ? അത് ഒരു റാക്കിൽ അനുസരിച്ചിരിക്കും. 749. ഓക്കെ. ഓരോ TRMൻ്റെ ഉണ്ട്, മോട്ടീവിൻ്റെ ഉണ്ട്, റോളറുണ്ട്. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ചെയിൻ ലൂബും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഇനി ടയറിൻ്റെ സെക്ഷനിലോട്ട് പോകാം അല്ലേ? ടയറിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഷോപ്പിൻ്റെ അകത്ത് നേരെ ഡോറുണ്ട്. അവിടെ നേരെ ടയറിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡ് ഫുൾ നമുക്ക് കാറിൻ്റെ ടയറും കാര്യങ്ങൾ, സ്റ്റേറ്റിൻ്റെയും കാറിൻ്റെ ടയറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ. നമുക്ക് ഓരോ ടയറിൻ്റെ കാര്യങ്ങൾ നമുക്ക് ബ്രോയുടെ പേര് ഒന്നുകൂടെ പറഞ്ഞാണ്. എൻ്റെ പേര് അഖിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ടയറിൻ്റെ കാര്യങ്ങൾക്ക് നമുക്ക് റോഡ് ചോദിച്ചാൽ നമുക്ക് അറിയാം. ഓക്കെ. ഇത് ഓഫ് റോഡ് അല്ലേ? ഇത് ഓഫ് റോഡ് നമ്മുടെ ഹിമാലയൻ്റെ എക്സ്പൾസ് ഹിമാലയൻ. ഓക്കെ. മൾട്ടി പർപ്പസ് അല്ലേ? ഇതെങ്ങനെയാണ് റേറ്റ്? ഇത് 1900-2000 വരും. 120 അല്ലേ? 120. ഇതല്ല, ഇത് ഫ്രണ്ട് വന്നിട്ട് 90-21 ഫ്രണ്ട്. ഓക്കെ. റേറ്റ് എത്ര വരും? ഇതിന് 2000-നകത്ത് വരും. 2000-നകത്ത് വരും. ഓക്കെ. 2000-നകത്ത് വരുന്ന ഒരു ഓഫ് റോഡ്, ഒരു കിടിലം ഹിമാലയൻ്റെയും എക്സ്പൾസിനൊക്കെ യൂസ് ചെയ്യുന്ന കിടിലം ഒരു ടയറാണ്. ഓക്കെ. ഇത് ഓഫ് റോഡാണോ? ഇത് സിയാറ്റിൻ്റെ 2 മോഡലാണ്. ഇത് റാൽക്കോ, ഇത് സിയാറ്റ്. ഓക്കെ. ഓഫ് റോഡാണ്. റാൽക്കും സിയറ്റിൻ്റെയും ഓഫ് റോഡ് സെക്ഷനായിട്ടുള്ളൊരു 2 ടയർ. അതായത് ഹിമാലയയിലും നമുക്ക് എക്സ്പൾസും ഓഫ് റോഡ് യൂസ് ചെയ്യുന്ന ഏത് വണ്ടിയിലായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പുറത്തോട്ട് ഈ ഒരു സെക്ഷൻ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ R15 അല്ലെങ്കിൽ നമുക്ക് യമഹ ആ ഒരു സെക്ഷനിൽ ഇടാൻ, ബാക്കിൽ ഇടാൻ പറ്റുന്ന നല്ല സൈസുള്ള ഇത് 140 അല്ലേ? 140 ആ ഒരു സൈസ്. 150 ഈ സൈഡ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഒരു. പിന്നെ നമുക്ക് സ്കൂട്ടിയുടെ ഈ ഒരു സെക്ഷനും ഉണ്ട്. സ്കൂട്ടിയുടെ ടയറും യൂസ് ചെയ്യുന്ന ഈ ഒരു സെക്ഷനും ഉണ്ട്. ഫുൾ ടയർ അവൈലബിൾ ആണല്ലേ? നല്ല വീതിയുള്ള. ഓക്കെ. ഇത് എത്രയാണ് റേറ്റ്? ഇത് 1800. 1800 അല്ലേ? ഓക്കെ. നല്ല വീതിയുള്ള ടയറുകൾ ഫുള്ള് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കാറും ഉണ്ടല്ലേ? കാറിൻ്റെ സെക്ഷനും ഉണ്ട്. ഫുൾ ടയർ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മാറ്റി കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ?
ഇവിടെ മാറ്റി കൊടുക്കുന്നു. എല്ലാ സെക്ഷനും ഇവിടെ ഉണ്ട്. 3D വീൽ അലൈൻമെൻറ്റ്, അലോയ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റപ്പായിട്ട് ഇവിടെ ഉണ്ട്. നൈട്രജൻ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫുൾ മാറ്റുന്നത്, അതായത് വണ്ടി ഇവിടെ കൊണ്ടുവന്നുള്ള എല്ലാ സെറ്റപ്പും ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള സെറ്റപ്പുകളെല്ലാം ഉണ്ട്. ഞാൻ ഫ്രണ്ട് കയറി വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ടയറും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണെന്ന്. അപ്പോൾ എല്ലാ മെഷീൻസും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് പഴയ മോട്ടോ അവന്യൂ നമുക്ക് അപ്പുറത്തുണ്ട്, അതിൻ്റെ ഒരു ബ്രാഞ്ച് അപ്പുറത്തുണ്ട്. ഇതിപ്പം പുതിയതായിട്ട് തുടങ്ങി. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? 2 മാസമായി. 2 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പം ടയറും കാര്യങ്ങളും പിന്നെ പ്രീമിയം ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ അപ്പോൾ പുറത്ത് നിൽക്കുകയാണ്, നല്ല നോയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ. അപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ അകത്തോട്ട് കയറി. അപ്പം ഫുള്ള് ഞാൻ ഇവിടെ ഷോപ്പിന്, അതായത് നമ്മൾ ഈ ഒരു ബ്രാഞ്ചിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണിച്ച്, നമ്മുടെ പ്രീമിയം ഹെൽമെറ്റും ജാക്കറ്റും പിന്നെ നമ്മുടെ ടയർസും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ആക്ഷൻ ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല ഒരു അടിപൊളി ലുക്കിലാണ് നമ്മൾ ഈ ഒരു മോട്ടോ അവന്യൂടെ 2ാമത്തെ ബ്രാഞ്ച്. 2 മാസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് മോട്ടോ അവന്യൂടെ 2ാമത്തെ ബ്രാഞ്ച് നല്ല നൈസ് ലുക്കിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഈ ഒരു സെക്ഷൻ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നൈസായിട്ട് ഫിനിഷിങ്ങിനോട് കൂടി മോട്ടോ അവന്യൂ എന്നുള്ളൊരു രീതിയിലുള്ളൊരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ കീ ചെയിനും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല നൈസ് കീ ചെയിനും കാര്യങ്ങളെല്ലാം കണ്ട് കയറി വരാം. അപ്പം നമ്മുടെ മോട്ടോ അവന്യൂടെ ടീമുമായിട്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊന്ന് ഇടിച്ചു പൊട്ടിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.